ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സ്പ്ലോർ വ്ളോഗേഴ്സ്. അപ്പോൾ മുത്തുമണി നമ്മൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അൺഎക്സ്പെക്ടഡ് ഒരു ട്രിപ്പ് ആണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടായിട്ട് വന്നല്ല, വേറെ സ്ഥലത്തേക്ക് വന്നാണ്. ഇവിടെ തൊട്ടടുത്താണ് ഈ സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് വയനാടല്ലേ, അപ്പോൾ കയറാന്ന് വിചാരിച്ചു. അപ്പം ഫോണിൽ നമ്മൾ മൈക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരെ പോകുന്നു. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളാള് മീൻസ് നമ്മള് ഇവിടെ പോവാട്ടെ. ഈ റോഡ് കാണിച്ചു കൊടുത്താ ഇതേമാതിരി റോഡ് കൂടെ കുറെ കയറി പോകണമെന്ന് പറഞ്ഞു. അങ്ങോട്ടോ കോടിന്റെ ഒക്കെ ഇറങ്ങി വൈബായി നിൽക്കണേ. പിന്നെ നമ്മളെ ചേച്ചിയുടെ കാര്യം പറഞ്ഞത്, ആ ചേച്ചി പറഞ്ഞ സംഭവം ഉണ്ടായത് അവിടെ ഒരു പോകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് കുതിരട്ട് പോകാൻ നിൽക്കണേ. കാരണം മഴക്കാലം ആയതുകൊണ്ട് കാറ്റും സീനൊക്കെ ഉണ്ട്. അപ്പം എന്താണ് സൂക്ഷിക്കുക. ആണെങ്കിൽ തന്നെ അവർക്ക് വരാൻ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ വരെ കണ്ടിട്ട് തിരിച്ചു പോകാം. കാറ്റ് നമ്മളെടുക്കുന്നൊക്കെയാണ് പറയുന്നത്. നോക്കി കണ്ടു പോയാ ഞങ്ങൾ എന്തായാലും കയറി അവിടെ. ഗൈസ്, പിന്നെ നമ്മളെ കൂടെ നമ്മളെ ചങ്ങായിമാരുണ്ട്. ആ പോണ രണ്ടെണ്ണം. മുന്നിലുള്ളതല്ല കേട്ടോ, ബാക്കിലുള്ള മാത്രമേ. മുന്നിലുള്ളത് നമുക്കറിയില്ല ആരാണ്. നമ്മളെ അഖിലിന്റെ ചെക്കന്മാരാണ് കേട്ടോ. അർഷദുണ്ട്, റമീസും ഉണ്ട്. ഞങ്ങള് വേഗം കേറാണ്. കിതക്കുണ്ട്, ടൈമും വൈകിയാണ്. ഇപ്പൊ നല്ലതാവാനായി. മഴന്റെ സീനുണ്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ചൊറാവാൻ പാടില്ലല്ലോ. അപ്പോൾ എന്നാൽ എല്ലായിടത്തും സീനാണ്. എന്തായാലും നൈസായിട്ട് കയറി നോക്കട്ടെ. ഇങ്ങോട്ടൊക്കെ കയറി വരുമ്പോഴേ നല്ല തണുപ്പുണ്ടെങ്കിലേ. കാറുകളൊക്കെ അവിടെ വെച്ചത്, കാറൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളൂ. ബൈക്കുകളൊക്കെ ഏകദേശം ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. ഞാൻ അവിടേക്ക് നടക്കൽ തന്നെ ആവും. റൂട്ടല്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈമാ. അപ്പൊ തന്നെ എല്ലായിടത്തും കോടയാണ് ഗൈസ്.
ഞങ്ങൾ ഇതുവരെ ഇവിടുന്ന് റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളിക്കില്ലേ. ഇവിടെ നേരത്തെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ മഴ ഇങ്ങനെ ചെറുതായിട്ട് പോയതപ്പോ മാറ്റിയിട്ടുള്ളൂ. അപ്പൊ കുറെ ആൾക്കാർ പോകുന്നുണ്ട് അവിടെ. നല്ല കാറ്റ് വന്ന സമയത്ത് നല്ല കോടയും തോന്നും. സൗണ്ടാക്കിലും ചെക്കാനും അവിടെ ഓരോ ഫോട്ടോസും വീഡിയോസ് എടുക്കുന്ന ഓരോ പരിപാടിയിലാണ്. വൈബ് സ്പോട്ട് കേട്ടോ. അൺഎക്സ്പെക്ടഡ് ആണെങ്കിലും സംഭവം കിടുക്കി പൊളിച്ചടുക്കി. അതൊക്കെ തന്നെ പറയാളൊക്കെ പറയണം. എനിക്ക് എന്തി പറയാണ്ടോ? സംഭവം എങ്ങനെയുണ്ട്? സ്ഥലം എങ്ങനെയുണ്ട്? സംഭവം അടിപൊളി കേട്ടോ, നല്ല സ്ഥലം. നിങ്ങളുടെ കേട്ടോ അതല്ല ഇവിടെ സീൻ കാട്ടോ. ഇവിടെ റൂട്ട് പറഞ്ഞല്ലോ, ഒന്ന് ഈ കാണുന്ന വണ്ടിക്ക് വരുന്ന റൂട്ടും നമ്മളൊന്നേരം താഴത്ത് കൂടെ കേട്ടോ. 2 റൂട്ടുണ്ട്. കാറ്റെന്ന് പറഞ്ഞാൽ അങ്ങേ കാറ്റ്. ഇവിടെ എന്താ റിസോർട്ടാണെന്നൊക്കെ പറയണേ. ഇപ്പൊ നല്ല രീതിക്ക് മഴക്കാറൊന്നും കേട്ടോ. നല്ലൊരു മഴക്കുള്ള കോള് കണ്ട് വന്ന സമയത്ത് കോട തോന്നോ, പിന്നെ കോട പോയി. അടുത്ത കോടക്കുള്ള എന്റെ എന്തൊരു മഴയാണ്. കൂട്ടുപോയി. ആർക്കാണ് ആരവരവിടെ കൂട്ടുപോയി. കോട്ടൊക്കെ എന്തായാലും ശരിക്കും പിടിച്ചോളൂ. അത് അവിടെ അവിടെ പോയില്ല, അവിടെ പറഞ്ഞിട്ടുണ്ട്. ആരാ ആളാരാ സംഭവം നല്ലൊരു അവിടേക്ക് ആ ഭാഗത്തൊക്കെ മഴയുണ്ട്. മഴയല്ലേ കോട 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 പൊന്തി. ഫോണൊക്കെ പറക്കുന്നേ അച്ഛൻ പോയോ? മാറിപ്പോയോ? ഫോണൊക്കെ പാർന്നേ. നൈസായിട്ട് മഴ പെയ്ത് ഒക്കെ കോട്ട് വാരിപ്പൊത്തിട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഓനോനെ എങ്ങനെയാണ് ഒക്കെ മുൻകൂട്ടി കാണാൻ അതിലൊരു കൈ കൊണ്ടോനെ. അടുത്ത നല്ല പോലത്തെ ഒരു ചെക്കൻ. അപ്പൊ കുറെ ആൾക്കാർ പോയിട്ടോ മഴ ആയിട്ട്. പരിപാടിയാകട്ടെ. നല്ല എന്താ പറയാ, എല്ലാവർക്കല്ലേ പോവാ. മഴപ്പാട്ടിലൊന്ന് വന്നിട്ടുള്ളൂ, അപ്പോഴത്തും ഇവിടെ കൂടറങ്ങി. സീന് ഏതാ വൈബായി. രണ്ടാമത് ഫുള്ള് കോട വൈബാണ്. വൈബ് ശരി. ഇത്ര കോടകൾ പ്രതീക്ഷയില്ലേന്ന്. വൈബായില്ലേ? വ്യൂ ഒക്കെ പോയിട്ടോ. നേരത്തെ മറ്റേ സംഭവമൊക്കെ ഒന്നും കാണില്ല. ഫുള്ള് കോട സംഭവം വന്ന വൈബായി. നമ്മുടെ ചെക്കന്മാരെ കടണ്ട് മോളുള്ളവരും കൂടി കാണില്ല. അമ്മാരി പോവാ. അവര് പോയി.
കോട ഇന്ന് പോന്നാരാ എടുത്തിട്ടോ തിരിച്ചു പോകാനുള്ള വഴി കാണുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചാടി കറിഞ്ഞു വന്നേ. കോട മൂടിയിട്ട് റൂട്ട് കാണാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. എങ്ങനെയൊക്കെ തപ്പിത്തെറിച്ച് പോട്ടെ. അടുത്തേക്ക് വരുമ്പോൾ കുറച്ച് കാണുന്നുണ്ട്. ഫ്ലാഷ് അടിക്കേണ്ടി വരും. റെഡി ഇടാടാ ദൈവമേ പോയോട്ടെ. ഞങ്ങളിപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ ഫുള്ള് കോട തന്നെയാണ്. ഫുള്ള് കോട പറഞ്ഞാൽ ഫുള്ള് കോട. വഴിയൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. വഴിയൊക്കെ ഫുള്ള് ടാസ്ക്കാണ്. ഫുള്ള് ടാസ്ക്കാണ്. പക്ഷെ വൈബാണ് കേട്ടോ. കയറി കഴിഞ്ഞാൽ വൈബാണ്. അതിൽ ഞാൻ 100% ഉറപ്പ് പറഞ്ഞു. കയറി കഴിഞ്ഞാൽ വൈബാണ്. ഈ ഒരു മഴയുള്ളൊരു ടൈമിൽ തന്നെ പരമാവധി വരാൻ നോക്കുക. പിന്നെ ഫാമിലി ആയിട്ട് വരാം. എല്ലാ രീതിയിലും വരുന്നത് അടിപൊളിയാണ്. കപ്പിളായിട്ടും വരാം. എങ്ങനെ വരാം? ഫാമിലി ആയിട്ട് വരാം, കപ്പിളായിട്ട് വരാം, ഫ്രണ്ട്സായിട്ട് വരാം, ഒറ്റയ്ക്കും വരാം. ഒറ്റയ്ക്ക് വരാതിരിക്കുന്നതാവും നന്നാവുക. കാരണം നമ്മൾ ഈ വഴിയൊക്കെ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള നമുക്ക് ഷൂട്ട് ചെയ്തോണ്ടിരിക്കണ്. പിന്നെ നോക്കി കണ്ടൊക്കെ വരിക. റൂട്ടൊക്കെ അങ്ങനെയാണ്. വരുമ്പോ ശ്രദ്ധിച്ചു പോരി. അതോ താഴത്തേക്ക് നല്ല വ്യൂ ആണ്. മോളിക്കും അതേമാതിരി തന്നെ. ഗൈസ് ഇത് നടന്നു വരുന്ന റൂട്ടാട്ടോ. വണ്ടി വരുന്ന റൂട്ട് അപ്പുറത്തുണ്ട്. അത് നമ്മളെ വീഡിയോയിൽ തന്നെ ഉണ്ട്, നമ്മളെ ആഡ് ചെയ്തിന്. അപ്പോൾ നടന്നു വരികയാണെങ്കിൽ വൈബാണ്. ഇവിടുത്തെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ക്ലീൻ അല്ല. അങ്ങനെ മരം കാര്യങ്ങളൊക്കെ അവിടെ ഇവിടുത്തെ നോട്ടം കാര്യങ്ങളൊക്കെ കുറവാണെന്ന് തോന്നുന്നത്. അതാ ഈ മുള തന്നെ അല്ലേ ഇത്? ആ മുളേന് ഇത് ചാഞ്ഞിക്കണോണ്ടേ ഇതിന്റെ അടിയിൽ കൂടെ വേണം പോവാൻ. നോക്കി പോയിക്കോ. അല്ലോ ഇതില് പോവാനാട്ടോ പണി. അതെ, ഷൂട്ട് വരണ്ട. അതേമാതിരി ആയിരിക്കും. ഷൂ ഇടാതെ വരുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഗൈസ് നമ്മൾ തിരിച്ചിറങ്ങിന്. സോനിതാ വണ്ടി എടുക്കാൻ പോയിന്. പിന്നെ നമ്മൾ ലൊക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ വയലട വ്യൂ പോയിന്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നമ്മളെന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ലൈറ്റാ ലൈറ്റാ